ഇത് ജോൺസസിന്റെ ഒരു ബില്ലിംഗ് സ്ക്രീനാണ്. ഇത് വിൻഡോസ് ആപ്ലിക്കേഷൻ ആണ്. ഇതൊരു കിയോസ്ക് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കോർണറിൽ നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റും. ഈ സ്ക്രീനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഗ്രൂപ്പ് വെച്ച് നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്ത് പോകാം. അപ്പൊ അതിനനുസരിച്ച് ഇത് വർക്ക് ചെയ്യും. പിന്നെ ഇതിനുള്ളിൽ സ്കാനിങ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഒറ്റ സ്ക്രീനിലാണ് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് ആൻഡ് സെർച്ച് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് ആഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി നമ്മൾ സ്കാനിങ്ങും അതുപോലെ തന്നെ ഗ്രൂപ്പിങ്ങും അതുപോലെ ടൈപ്പ് ആൻഡ് സെർച്ചും കോഡുകൾ അടിച്ചിട്ട് എൻ്റർ ചെയ്യില്ല എല്ലാം നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻസ് കംപ്ലീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോയൽറ്റി പോയിന്റിന് എല്ലാ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് കസ്റ്റമർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് ബില്ലായിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഓർഡേഴ്സ് സെറ്റിൽ ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതിന്റെ ബാലൻസ് എമൗണ്ട് ആണ് ഇതിൽ കാണിക്കുള്ളൂ. അതുപോലെ പെയ്ഡ് എമൗണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിസ്കൗണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആയി. അത്രേ ഉള്ളൂ. പ്രിന്റ് നമ്മുടെ നെറ്റ്വർക്ക് പ്രിന്ററിൽ പ്രിന്റ് വരും. ഓരോ ഔട്ട്ലെറ്റിനനുസരിച്ചിട്ട് നമുക്ക് UPI ഓപ്ഷൻസ്, ക്രെഡിറ്റ് കാർഡ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാറ്റിക് മെത്തേഡിലെല്ലാം നമ്മൾ ചെയ്താണ്. എത്ര UPI വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഫോൺ പേ, GPay അങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ സ്ക്രീനിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രിന്റ് കിട്ടും.